കണ്ണൂർ കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കാണാതായ രണ്ടുപേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. അണുങ്ങോട് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളും വെച്ചിരുന്നു. അരുൺ, ഇയാളുടെ വെയറബൌട്ട്സ് എവിടെയുള്ള ആളാണ് എന്നതിനെ പറ്റിയുള്ള അറിവുണ്ടോ അരുൺ? ആഷ്മി, കഴിഞ്ഞ ദിവസമാണ് ദർശനത്തിനെത്തിയ കൊട്ടിയൂർ ഉത്സവത്തിൽ ദർശനത്തിനെത്തിയ രണ്ട് യുവാക്കളെ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. അവിടെ പുഴയിൽ കുളിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ചടങ്ങുണ്ട്. അങ്ങനെ കുളിക്കാൻ ഇറങ്ങിയ ഘട്ടത്തിലാണ് രണ്ട് യുവാക്കളെയും കാണാതായത്. കാഞ്ഞങ്ങാട് സ്വദേശിയും അതോടൊപ്പം തന്നെ കോഴിക്കോട് അത്തോളി സ്വദേശി, അങ്ങനെ രണ്ട് യുവാക്കളാണ്. അതിൽ ഒരു മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബാവലിപ്പുഴ, അതായത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള അണുങ്ങോട് എന്ന ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് ആരുടേതാണ്, ഈ രണ്ടു പേരിൽ ആരുടേതാണ് എന്ന കാര്യം ഇപ്പോൾ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് അല്പസമയത്തിനകം ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും വിവരവും വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾക്ക് കൂടി വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശക്തമായ മഴ കൊട്ടിയൂരിൽ തുടരുകയാണ്. അതുകൊണ്ട് ആ പുഴയിൽ അടിയൊഴുക്കും അതോടൊപ്പം തന്നെ ജലനിരപ്പും കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. അതാണ് ഈ നിലവിൽ ഈ തെരച്ചിലിന് പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഈ മൃതദേഹം കിട്ടിയത് അവിടെ കരയിൽ ഭാഗത്തേക്ക് ഈ മൃതദേഹം അടിഞ്ഞിരുന്നു. അങ്ങനെ അവിടുത്തെ നാട്ടുകാർ, പ്രദേശവാസികളാണ് ഇത് കണ്ടത്. അങ്ങനെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം അവിടെ ഇരിട്ടിയിലെ ആശുപത്രിയിലേക്ക് എന്തായാലും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ആരാണെന്ന് അല്പസമയത്തിനകം, അതിൽ ഈ രണ്ടുപേരിൽ ആരാണെന്നുള്ള കാര്യം അല്പസമയത്തിനകം വ്യക്തമാകും. ഇനി കണ്ടെത്താനുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും ബാവലിപ്പുഴയിൽ തുടരുകയാണ്.